ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഇത്തവണ എൻ.ഡി.എ രംഗത്തിറക്കിയിരിക്കുന്നത് ചിത്രാകരനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ 60 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു വാർഡാണ്, LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പേര് ചിത്രാകരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് LDF ഭരണം പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ വാർഡ് മെമ്പർ LDFൻ്റെ ആൾ തന്നെയായിരുന്നു. ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി നോക്കിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഗതാഗതം എന്ന് പറഞ്ഞ റോഡാണ്. ആ റോഡ് ഇന്നും കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു രോഗിയെ പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴും അതിൻ്റെ പണി നടക്കാൻ വേണ്ടി തയ്യാറാക്കി എന്നല്ലാതെ നടക്കുന്നില്ല. അതുകൂടാതെ ഏത് സമയത്തും വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അഴുക്കുചാൽ പദ്ധതിയൊക്കെ അവതാളത്തിലാണ്. അതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് മുഴുവൻ തന്നെ വെള്ളക്കെട്ടിലേക്ക് മാറിക്കഴിയുന്നൊരവസ്ഥയാണ്. അതുകൂടാതെ നമ്മൾ ആവശ്യപ്പെടുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പന്തീരാങ്കാവ് അങ്ങാടി നമ്മുടെ വാർഡിൽപ്പെട്ട ഒരു സ്ഥലം ആണ്. ആ പന്തീരാങ്കാവ് അങ്ങാടിയിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകിപ്പോവാതെ വെള്ളം പൊന്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യമാണ്. അതുകൂടാതെ വികസിച്ച് വരുന്ന ഈ ടൗണ് ഗതാഗതങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം വാഹനങ്ങൾക്ക് 2-ൽ കൂടുതൽ വാഹനം ഒരേ സമയത്ത് വരുന്ന സമയത്ത് സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് അതിന് കൺവേർട്ട് ചെയ്തുകൊണ്ട് വേറെ ബദൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ നടപ്പിൽ വരുത്താത്ത ഒരു പഞ്ചായത്താണ്. പലതവണ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതുകൂടാതെ ഏറ്റവും വലിയൊരു ടൗണാണ് ഒളവണ്ണ പഞ്ചായത്തിന് ഹൃദയഭാഗമാണ് പന്തീരാങ്കാവ്. ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് പോലുമില്ല. പൊതുവെ ധാരാളം സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ വന്ന് പോകുന്ന സമയത്ത് പർച്ചേസിങ്ങിനൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു അത്യാവശ്യമായിട്ട് ഒരു മൂത്രപ്പുരയോ അതുപോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൂടാതെ പൊതു ശ്മശാനം ഇവിടെ ഇല്ല. അത് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇവിടുത്തെ മത്സ്യ മാർക്കറ്റാണെങ്കിൽ അത് വാസനിച്ച് കൊണ്ട് സംസ്കരിക്കുന്ന സംവിധാനം അവതാളത്തിലാണ്. അതും നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുകൂടാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇവിടുത്തെ ഇട റോഡുകളിലൊക്കെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം ചവിട്ടാതെ കുറച്ച് കാലം അങ്ങനെ തന്നെ പോകണം. ജനങ്ങൾ ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ പലപ്പോഴും പരാതി കൊടുത്തിട്ട് പോലും അത് തരത്തിലുള്ള വാർഡ് മെമ്പർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളക്കെട്ട് കാരണം കഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടെയുള്ള LDFൻ്റെ മെമ്പർ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം അവിടെ പഞ്ചായത്ത് പറയുക എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്, അത് ആ സ്ഥലം വൃത്തിയാക്കണം, അവിടെ കുറച്ചുകൂടെ വികസിക്കണം എന്നുള്ള ചിന്താഗതി അവർക്കില്ല. അവരെ സംബന്ധിച്ചോടത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു പഞ്ചായത്താണിത്. ഏത് കാര്യം എങ്ങനെയും ചെയ്തു തീർക്കാൻ സാധിക്കാവുന്ന ആൾക്കാരാണ്. പല കാര്യങ്ങളും അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദാഹരണമായിട്ട് മാമ്പുഴ എന്നുള്ള പുഴയുണ്ട്. ആ പുഴ സംരക്ഷിക്കുകയും അതിൽ കൂടെ പലതരത്തിലുള്ള സംവിധാനം നടത്തുമെന്ന് പറഞ്ഞിട്ട് പോലും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ബോട്ട് സർവീസ് ആയാലും ശരി, സ്വിമ്മിംഗ് പൂൾ ആയാലും ശരി, വളർന്നു വരുന്ന തലമുറയ്ക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ പല ഭാഗത്താണ് ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്നേ വരെ അത് ചെയ്തിട്ടില്ല. ഒരു ഗ്രൗണ്ട് പോലും ഇവിടെ ഇല്ല. പിന്നെ അതേമാതിരി തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അത് നടന്നിട്ടില്ല. ഇതൊക്കെ തന്നെ ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടി മുന്നോട്ട് വരാമെന്നല്ലാതെ ഇപ്പോഴും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ജനങ്ങളതൊക്കെ മനസ്സിലാക്കി ഇത്തവണ ഒരു മാറ്റം വരുത്തും എന്ന് പറയുന്നുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പകാലം മുതൽക്കേ ഈ പുഴയിൽ കളിച്ചു വളർന്നു നീന്തൽ പഠിച്ച സ്ഥലമാണ്. ആ പുഴ ഇന്ന് ഏറ്റവും പ്രശസ്തമായൊരു പുഴയാണിത്. അതിനെ സംരക്ഷിക്കുക, മാമ്പുഴയെ സംരക്ഷിക്കുകയും അതിനെ 2 ഭാഗം കെട്ടി വൃത്തിയാക്കി അതിനെ സംരക്ഷിക്കുകയും അവിടെ ഒരു നല്ലൊരു ബോട്ട് സർവീസ് നടത്താനും അതുകൂടാതെ ഒരു സ്വിമ്മിംഗ് പൂൾ സംവിധാനം ചെയ്യാനും പ്രായമുള്ളവർക്ക് മറ്റെല്ലാവർക്കും തന്നെ വിനോദസഞ്ചാരം എന്നുള്ള ഒരു പാർക്ക് സംവിധാനം ചെയ്യാനും ഇതൊക്കെ തന്നെ വളരെ ഒരു നല്ലൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ട് ഇവിടെ ഒരു വലിയൊരു സംവിധാനം ഒരുക്കുകയും ഇത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് ഞാൻ ഇവിടുത്തെ വോട്ടർമാരോടും ഇവിടുത്തെ അഭ്യുദയകാംക്ഷികളോടും എൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ട് പിന്തുണ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും തന്നെ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെറിയൊരു വോട്ടിനാണ് ഇപ്പോൾ LDF ജയിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എത്ര വോട്ടാണ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത്? കഴിഞ്ഞ വർഷം ഒരു 10-200 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് നമ്മൾ BJPയും LDFും തമ്മിലുള്ളത്.
അത് ഈ തവണ നമുക്കത് പിടിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ സംവാദിച്ച സമയത്ത് അവരെ ബന്ധപ്പെട്ട സമയത്തും അവർ ഇപ്രവണ ഒരു മാറ്റം വരുത്തും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്നും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. എൻ്റെ കൂടെയുള്ള പ്രവർത്തകന്മാരും അതിന് താല്പര്യമുണ്ട്. എല്ലാവരും തന്നെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇത്തവണ ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതൽ വികസന നേട്ടങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുറേ ജയിച്ചു കഴിഞ്ഞാലുള്ള കുറേ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ സമയത്ത് ജനങ്ങളുടെ പ്രതികരണം എന്തൊക്കെയായിരുന്നു? ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഒരു അടിമത്തത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ നിൽക്കുന്നൊരു വിഭാഗമാണ്. ഞങ്ങളത് തിരിച്ച് തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ എന്നുള്ളൊരു ഒരു ആശങ്ക ജനങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആശങ്കയൊന്നും വേണ്ട. മോഡി ഭരിക്കുന്ന കാലത്ത് വികസനത്തിൻ്റെ ഭാഗമാണ്. ഏത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമായാലും അതൊക്കെ മാറി. ഇന്ന് മാറി BJPയുടെ കയ്യിലാണ്. അതേമാതിരി ഒരു മാറ്റം നമ്മൾ വരുത്തും. അതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ പൂർണ്ണ പിന്തുണയുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളുള്ള വിശ്വാസം, നമ്മൾ മുന്നോട്ട് ഇറങ്ങാനുള്ള ആവേശം അത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരോടും സംബന്ധിക്കും. എല്ലാവരോടും നന്ദിയും കടപ്പാടും എനിക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും സദാസമയം ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ മുഴുകി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ചിത്രാകരൻ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ക്യാമറമാൻ അമർജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.